ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ് ഇൻ ദിസ് മോട്ടിവേഷണൽ മോൺസ്റ്റർ സെഷൻ 1640 ഐ തിങ്ക്. ദുബായ് ശരിക്ക് തണുപ്പ് ഉള്ള ഒരു സമയമാണ്. നല്ല തണുപ്പുള്ള ഒരു സമയമാണ് ശരിക്കും. ഫോക്കസ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരാൾക്ക് ഒരു സമയത്ത് പാടുള്ളൂ, വേറെ ഏതൊക്കെ ഏരിയയിൽ പാടുണ്ട് എന്നുള്ളതാണ്. ഫോക്കസ് ഒരേ സമയം ഒരുപാട് ഏരിയകളിൽ ഫോക്കസ് വേണം. മൾട്ടി ഫോക്കസ്ഡ് എന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് വണ്ടി ഓടിക്കുക, അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക, അയാളുടെ ഗോളിലേക്ക് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് അയാളുടെ ഫോക്കസ് ഡൈവേർട്ടഡ് ആവുന്ന സമയത്ത് ആക്സിഡന്റുകൾ സംഭവിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ശ്രദ്ധ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ പല റീസൺസ് ഉണ്ട്. മെന്റലി തോട്ടൊക്കെ ഔട്ടായി പോകുന്ന സമയത്തൊക്കെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഫോക്കസ് ഏജിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഗോൾ ഉണ്ടാക്കി അവരെ അതിന് മാത്രം ഫോക്കസ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ വലിയ ഈസി ആയിട്ട് വിജയിക്കാനുള്ള കാരണം അവരുടെ ബ്രെയിൻ മെമ്മറിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജങ്ക്സ് കുറവായിരിക്കും. ഏജ് കൂടി വരുന്നതിനനുസരിച്ച് ആളുകളുടെ മൈൻഡിനകത്ത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരവരുടെ കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച്, റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്ത് വരുന്നതിനനുസരിച്ച് അവരുടെ ബ്രെയിൻ, അവരുടെ മൈൻഡ് കണ്ടമാനം കാര്യങ്ങൾ ഇങ്ങനെ ജങ്ക് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ചുറ്റുപാടത്തേക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വീട്ടിൽ തൊട്ടടുത്തുള്ളൊരു 5 വീടെടുക്കുക. നിങ്ങൾ ഏകദേശം ഒരു 5 വീടുകളെടുക്കുക. ഉദാഹരണത്തിന് വേണ്ടി ഒരു ABCD എന്നുള്ള 5 വീട്. ഒരു വീട്ടിൽ ഈ 5 വീടുകളിലെ പുരുഷന്മാർക്കും ഒരേ പ്രായമാണെന്ന് വിചാരിക്കും. ഒരേ പ്രായം. അതിൽ ഒരാൾ വിവാഹം കഴിക്കാൻ കുറച്ച് വൈകി, അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാക്കാനും വൈകി. അപ്പം അദ്ദേഹത്തിനൊരു വൈകിയ സമയത്ത് ഒരു ആൺകുട്ടികളുണ്ടായി. അദ്ദേഹത്തിന് അതേ പ്രായത്തിലുള്ള മറ്റൊരു വീട്ടിൽ അദ്ദേഹം കുറച്ച് നേരത്തെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഉടനെ കുട്ടികളുണ്ടായി. 4 പെൺകുട്ടികളാണ്. മറ്റൊരാൾക്ക് സാധാരണ സമയത്ത് വിവാഹം കഴിക്കുകയും 2 പെൺകുട്ടിയോ 2 ആൺകുട്ടിയോ ഉണ്ട്. വേറെ ഒരു വീട്ടിൽ 5 ആൺകുട്ടികളാണ്. മറ്റൊരു വീട്ടിൽ കുട്ടികളെ ഇല്ല. ഇങ്ങനെ ഈ ABCD എന്ന് പറയുന്ന ഈ 5 ആളുകളുടെയും 40ഓ 45ഓ 50ഓ വയസ്സുള്ള ഒരാളുകളാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി മൈൻഡ് സെറ്റ്, അവരുടെ ഫോക്കസിൻ്റെ വേരിയേഷൻ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാലഞ്ചുകൾ, നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് ചാലഞ്ചുകൾ, അവരറിയാത്ത റെസ്പോൺസിബിലിറ്റീസ്. ഇതിനകത്ത് ഈ 4 പെൺകുട്ടികൾ ഉണ്ടായ വീട്ടിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് 4 പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ച് അയക്കാനുണ്ടാവുക. അവിടെ അച്ഛനുണ്ടാവില്ല. വരുമാനം കുറവുള്ള വീടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ഈ റെസ്പോൺസിബിലിറ്റിയുടെ ഇൻറ്റൻസിറ്റി ഏജ് കൂടുന്നതിനനുസരിച്ച് ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ അനുസരിച്ചും സിനാരിയോ അനുസരിച്ചും സറൗണ്ടിങ് അനുസരിച്ചും സർക്കംസ്റ്റൻസ് അനുസരിച്ചും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും.
അതുകൊണ്ട് ഒരു മനുഷ്യനും ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ തോന്നി, നിങ്ങൾക്ക് എന്തിനാ അങ്ങനെ തോന്നേണ്ട ആവശ്യം എന്ന് തോന്നേണ്ടതില്ല. എല്ലാവരുടെയും ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റി, ഡിഫറെൻറ്റ് സിനാരിയോ, ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സിൽ പോകാൻ വേണ്ടി വരും. അത് നിർബന്ധമാണ്. അയാളെപ്പോലെ ഇയാൾക്ക്, ഇയാളെപ്പോലെ അയാൾക്ക് ഒന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫോക്കസ് എന്ന് പറയുന്ന സംഭവം ഏജിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. കാരണം ഓരോ വീട്ടിലെയും കോസ്റ്റ് ഡിഫറെൻ്റ് ആണ്, ഓരോ വീട്ടിലെയും എനർജി വ്യത്യസ്തമാണ്, ഓരോ വീട്ടിലെയും നീഡ്, റിക്വയർമെൻറ്റ് വ്യത്യസ്തമാണ്. ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? പെൺകുട്ടികൾ നേരത്തെ മെച്യൂർ ആവുന്നവരെ കല്യാണം കഴിപ്പിച്ചേക്കാൻ. അപ്പോൾ അവിടെ അത്തരം വീടുകളിലൊക്കെ കാണാം രക്ഷിതാക്കൾ വളരെ വലിയ അങ്കലാപ്പിലും പ്രശ്നങ്ങളിലും ഒക്കെ ഉള്ള ഒരുപാട് വീടുകൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അത് എത്തിച്ചാൽ എത്താത്ത പ്രശ്നങ്ങൾ വരുന്നതും അതേസമയം തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടാവാറുണ്ട്. പഠനം, ഹയർ പഠനത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ കുട്ടികളുടെ ഗ്രോത്ത്, പഠനം, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലീസിലെ മറ്റുള്ള ആളുകളുടെ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് വലിയ വൈഡൻ ആയിട്ടുള്ള ഫോക്കസ് ആവശ്യമുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഫോക്കസുകൾ ഏതൊക്കെ ഏരിയയിലേക്കാണ് വേണ്ടത്? ഇപ്പോൾ കുട്ടിയെ നമ്മൾ ചെസ്സ് കളിക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുതിരസവാരി പഠിപ്പിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ കുട്ടിക്ക് വേറെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. കുട്ടി ഇന്നലെ ഞാൻ ക്രിക്കറ്റ് കളിക്കാരനെ കുറിച്ച് പറഞ്ഞതുപോലെ കുട്ടി ആ പർട്ടിക്കുലർ കളിയിൽ തന്നെ കുട്ടിക്ക് ഫോക്കസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് തന്നെ കളിക്കാൻ ഫോക്കസ് ചെയ്യാൻ പറ്റും. സീരിയസ് ആയിട്ട് അതിനകത്ത് അച്ചീവ് ചെയ്യാനും സാധിക്കും. വലിയ ടെൻഷനുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇത് ഓരോ വിഷയവും കുട്ടിക്ക് ആഡ് ചെയ്ത് വരുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങൾ കുട്ടി മൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഫോക്കസുകൾ ഓരോ ഏരിയയിലും കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇത്തരം ഏരിയകൾ നമുക്ക് ഫോക്കസ് ഉണ്ടാവും. ജോബിൽ നമ്മളുടെ ഫോക്കസ് ഉണ്ടാവണം, വീട്ടിലെ കാര്യങ്ങളിൽ ഫോക്കസ് ഉണ്ടാവണം, ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ ഫോക്കസ് ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റികളിൽ ഓരോന്നിലും ഫോക്കസ് ഉണ്ടാവണം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ഉണ്ടാവണം, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഏരിയയിൽ ഫോക്കസ് ഉണ്ടാവണം. കറണ്ട് ആയിട്ടുള്ള അപ്ഡേഷൻസ്, കറണ്ട് അഫയേഴ്സ് അല്ല, കറണ്ട് അപ്ഡേഷൻസുമായിട്ട്, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫോക്കസ്, അതിനെക്കുറിച്ചുള്ള അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം. അതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം ഒരുപാട് ഏരിയകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. കമ്മ്യൂണിക്കേഷനിൽ ഫോക്കസ് വേണം, ആറ്റിറ്റ്യൂഡിൽ ഫോക്കസ് വേണം. ആറ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്യാത്ത ഒരാൾ നല്ല വ്യക്തിയല്ല, സമൂഹത്തിന് ആവശ്യമില്ല അയാളെ. കമ്മ്യൂണിക്കേഷൻ ഫോക്കസ്ഡ് അല്ലാത്ത ഒരാൾ ജീവിതത്തിൽ സക്സസ് ആവാനും പോകുന്നില്ല. അപ്പോൾ അത് രണ്ടാമത്തെ ഈ രണ്ട് സോഫ്റ്റ് സ്കില്ലുകൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ സീസണുകൾ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഈ രണ്ട് സോഫ്റ്റ് സ്കില്ലും ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ രണ്ട് ഏരിയ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽസാണ്. സോ ഇതിലൊക്കെ ഡെയിലി ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ചാലഞ്ച് നമ്മൾ നേരിടേണ്ടി വരും എന്നർത്ഥം. സോ സീരിയസ് ആയിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നതല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ എത്ര ഏരിയ ഓഫ് ഡെവലപ്മെൻറ്റ്, എത്ര ഏരിയ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, എത്ര ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി, എത്ര ഏരിയ ഓഫ് അച്ചീവ്മെൻ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അത്രയും ഏരിയയിലേക്കുള്ള ഫോക്കസ്, ടൈം അലോക്കേഷൻ, സമയം അനുവദിക്കുന്നത്, പ്രയോറിറ്റി ചാർട്ട്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഇയർ ഓഫ് ഫോക്കസ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അത്യാവശ്യമാണ് എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ അത് നെടുവീർപ്പിടാനോ ദീർഘനിശ്വാസം വിടാനോ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാനോ ഒന്നുമല്ല. ഓരോ സിനാരിയോക്കും അതിനനുസൃതമായിട്ടുള്ള ഗുണങ്ങളും അതിൻ്റേതായ ചാലഞ്ചുകളും ഉണ്ടാവും. എല്ലാ ചാലഞ്ചും എല്ലാവർക്കും ഇല്ല. ഓരോരുത്തർക്കും അവരവരുടെ ഗ്രോത്തിന് ആവശ്യമായുള്ള ചലഞ്ചാണ്. ചെറിയ ചലഞ്ചുള്ള ആളുകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് അത് ഓവർകം ചെയ്യാൻ പറ്റാതെ ഫെയിലിയർ ആവുന്ന കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഇമോഷണൽ സ്റ്റെബിലിറ്റിയോ, ഇമോഷണൽ ലോക്കിങ്ങോ, ഇമോഷണൽ ബാലൻസിങ്ങോ, ഇമോഷണൽ മാനേജ്മെൻറ്റോ, ഇമോഷണൽ കൺട്രോളോ, ഇമോഷണൽ ലേണിങ്ങോ, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങോ, ഇമോഷണൽ റിയലൈസിങ്ങോ, ഇമോഷണൽ മാസ്റ്ററി ഒന്നും ഇല്ലാത്ത ആളുകൾ ഇമോഷണലി വളരെ ഫെയിലിയർ ആവുക. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഇമോഷണൽ ഫെയിലിയേഴ്സാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ഇമോഷണൽ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ഇമോഷണൽ മാസ്റ്ററിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യാതെ
നമ്മളുടെ ഒരുവിധം കാര്യങ്ങളൊന്നും നമ്മളുടെ കൺട്രോളിൽ എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഇമോഷണൽ വേരിയേഷൻസ് എല്ലാം, ഇൻസ്റ്റബിലിറ്റി എല്ലാം നമ്മളെ ഒരുപാട് ഫോക്കസ് ഔട്ട് ആക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൺട്രോൾ യുവർ സെൽഫ്, പ്ലാൻ യുവർ സെൽഫ് അക്കോർഡിംഗ്ലി. ഏതൊക്കെ ഏരിയയിലാണ് ഈ വർഷം ഗ്രോത്ത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആൻഡ് നമ്പർ 3, ഏതെല്ലാം റെസ്പോൺസിബിലിറ്റി പ്രോപ്പറായിട്ട് ഞാൻ കവർ ചെയ്തേ പറ്റൂ എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് റിയലൈസ് ചെയ്യുക. ആൻഡ് നമ്പർ 4, ഈ ഫോക്കസിനൊക്കെ എത്രയൊക്കെ സമയം, ഏതൊക്കെ ഏരിയ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടൈം അലോക്കേഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാം. അങ്ങനെ എന്താണ് എന്നുള്ളത് എൻ്റെതിനെ മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യാതെ വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഒരു റിഗ്രഷനും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് മോഡിൽ ഈ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഫോക്കസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ഗോളുകളും അച്ചീവ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ഒന്നുകൂടി കറക്റ്റ് ആക്കാൻ പറ്റും, ഒന്നും കൂടി പ്രോപ്പർ ആക്കാൻ പറ്റും, ഒന്നും കൂടി ക്ലാരിറ്റി ഉള്ളതാക്കാൻ പറ്റും, ക്രിസ്റ്റലൈസ്ഡ് ആക്കാൻ പറ്റും. സോ ലെറ്റ് us achieve all our focus in this year. So wishing you all the very best and have a great day. God bless and thank you so much. Love you all.